അപ്പോൾ ഗൈസ് നമ്മുടെ മൈസൂർ ഊട്ടി ട്രിപ്പിൻ്റെ ഡേ 2 ആണിന്ന്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ റൂമിലേക്ക് എത്തി. നല്ലോണം ഉറങ്ങി. കാരണം ഞാൻ രാത്രിയൊക്കെ നമ്മൾ ബസ്സിലായിരുന്നു, തീരെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ല, നല്ല ക്ഷീണമായിരുന്നു. നല്ലോണം ഉറങ്ങി, AC റൂമായിരുന്നു. ഉറങ്ങി എണീറ്റു. ഇപ്പോൾ സമയം കറക്റ്റ് 6 മണിയാണ്. ഫ്രഷായി പോകാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഹായ്, എന്നെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് മാത്രമല്ല, നിന്റെ വല്യപ്പാനെ കുറിച്ച് വരെ പറയാനുണ്ട് എനിക്ക്. നിന്റെ വല്യപ്പ എൻ്റെ കൂട്ടുകാരനെ ചായക്കടയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആള്. ഞാൻ എപ്പോഴും ചായ കുടിക്കാൻ അവിടെയാണ് പോയിക്കൊണ്ടിരുന്നത്. നല്ല മനുഷ്യനായിരുന്നു. ഞങ്ങൾ നല്ല ഒരു കുറികളുള്ള മനുഷ്യരായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ, ഏലൂർ ഹോസ്പിറ്റലിന് മുമ്പിൽ നല്ല കടയൊക്കെ ഉണ്ടായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. ഞാൻ പള്ളിയിലൊക്കെ വർക്ക് ഉണ്ടായിരുന്ന സമയത്ത്, ഡിസൈൻ വർക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ പോയി. അതിനു മുമ്പും ഞങ്ങൾ പരിപാടികൾ മുട്ടയുടെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മുട്ടയൊക്കെ കൊടുക്കും. അങ്ങനെ അത്ര വലിയ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. പിന്നെ ഇപ്പൊ നിങ്ങളെയൊക്കെ കാണാൻ ഇടയായി. നിന്റെ പനിയും അതുപോലെ നിന്നെയും ഒക്കെ കാണാൻ ഇടയായി. അത് പിന്നെ ഇക്ബാൽ ടോക്സിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഞാൻ 1-2 കണ്ടിട്ടുള്ളെങ്കിലും തന്നെ ഈ ഇക്ബാൽ ടോക്സ് വളരെ നല്ല ഒരു പരിപാടിയാണ്. ഈ പയ്യന് സബ്സ്ക്രൈബ് നൽകി നിങ്ങൾ അനുഗ്രഹിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഡേ 2 രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുകയാണ്. അത് വേറെ എവിടെയല്ല, സെന്റ് ഫിലോമിന ചർച്ച്. അതിൻ്റെ പുറകിൽ കാണാൻ പറ്റും. ഞങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം. സെന്റ് ഫിലോമിന ചർച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ എന്താ ഉള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമുക്ക് കയറി നോക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ സെൻറ്റ് ഫിലോമിന ചർച്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വീഡിയോ എടുക്കാനും ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്ത് വീഡിയോ എടുക്കലൊക്കെ പ്രൊഹിബിറ്റഡാണ്. അപ്പോൾ അവരുടെ ആ റൂൾസിനൊക്കെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫുട്ടേജ് ഒന്നും നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഗൈസ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ സെൻറ്റ് ഫിലോമിന ചർച്ചിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെയും നമ്മൾ നേരത്തെ മൈസൂർ പാലസ് പോയ പോലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ രീതിയിൽ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ സെൻറ്റ് ഫിലോമിന ചർച്ചിൽ പോവുകയാണ്. സോ ഗൈസ്, നമ്മൾ സെൻറ്റ് ഫിലോമിന ചർച്ചിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. സോ നമ്മൾ അവിടെ കയറി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ കഴിച്ച നല്ല മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. നല്ല ചൂടുള്ള മസാല ദോശയും ചമ്മന്തിയും സാമ്പാറും ഉണ്ടായിരുന്നു. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളൊരു സൂവിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്നതിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തോരം വീഡിയോ ഫുട്ടേജ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ മാക്സിമം ചെയ്യാം. അപ്പോൾ ഇതൊരു സൂവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ സൂവിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. അപ്പോൾ സൂവിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ സൂവിലേക്ക് കയറിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ പോയത് കാർണിവോർ സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ കാർണിവോർ സെക്ഷനിൽ നമ്മൾ കാത്തിരിക്കുന്ന വേറെ ആരുമില്ല, നമ്മുടെ സ്വന്തം ലെപ്പേർഡ് കൂട്ടരാണ് കേട്ടോ. ഇതാവൻ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് പോകാനുണ്ടല്ലേ. അതൊരു സ്പെഷ്യൽ മൂമെൻ്റ് ആണ്. നമ്മുടെ തൊട്ടടുത്ത് വരെ വന്നിട്ട് തിരിച്ച് പോകാനുണ്ട് നമ്മുടെ ലെപ്പേർഡ് കൂട്ടൻ. അതൊരു സ്പെഷ്യൽ മൂമെൻ്റ് ആയിരുന്നു നമ്മുടെ ലെപ്പേർഡ്. അപ്പോൾ നമ്മൾ പിന്നെ കണ്ടത് നമ്മുടെ ടൈഗർ കുട്ടനാണ് ടൈസ്. നല്ലൊരു ടൈഗർ കുട്ടനുണ്ടായി. അവൻ അതിൻ്റെ തൊട്ടപ്പുറത്തെ കേജിൽ വേറൊരു ടൈഗർ ഉണ്ട്. അതിനെ ഫോളോ ചെയ്യണ്ട. അതാണ് ഇങ്ങനെ വന്നിട്ട് തിരിച്ചപ്പം തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കാർണിവോർ സെക്ഷനിൽ വേറെ ഒരുപാട് ആനിമൽസ് ഉണ്ടായി. പക്ഷേ ടൈഗറിൻ്റെയും ലെപ്പറിൻ്റെയും മാത്രമേ നല്ല ക്ലോസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടൈഗറിനെ കണ്ടു നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ടത് റൈനോസറസിനാണ് ടൈസ്. ആള് കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നിയാലും ആളത്ര നിസ്സാരക്കാരനല്ല. 2 ടണ്ണിലധികം ഭാരം തന്നെ ആളുടെ ഒരു കൊമ്പ് കൊണ്ടൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തീരും നമ്മുടെ കാര്യമൊക്കെ. അപ്പോൾ മച്ചാനെ അടുത്ത് നിൽക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ കണ്ടൊക്കെ നിന്നാൽ നമുക്ക് കൊള്ളാം. അപ്പോൾ അതാണ് നമ്മുടെ റൈനോസറസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ആനിമൽസിനെയൊക്കെ കണ്ട് നമ്മൾ വന്നപ്പോഴേക്കും ഒരുപാട് നടക്കാനായിട്ട് ഉണ്ടായിട്ട് 1-2 4 കിലോമീറ്ററാണ് നടക്കാനുണ്ടായത്. അപ്പോൾ എല്ലാവരും നടന്ന് നല്ലോണം ക്ഷീണിച്ചു. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു കഫറ്റേരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു കേക്കൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ഇനി കേക്ക് കഴിച്ചിട്ട് ബാക്കി നടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ സൂവിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സൂവിൽ പോവുകയാണെങ്കിൽ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ടോട്ടലി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പേഴ്സണലി എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് സൂവിൽ പോകുന്നത്.
really നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായി. എന്നാലും നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ഇതുണ്ട്. പിന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽസ്, വൈൽഡ് ആനിമൽസ് ആയിട്ട് ബേർഡ്സ് ആയിക്കോട്ടെ, ഒരുപാട് ടൈപ്പ് ആനിമൽസിനൊക്കെ കാണാൻ പറ്റുന്നുണ്ടായി. ഇപ്പോൾ നമുക്ക് ആ സൂവിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറാൻ പോവാണ്. പിന്നെ സൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ പോകുമ്പോൾ റെസ്പോൺസിബിൾ ആയിട്ട് പോകണം. കാരണം അവിടെയുള്ള ആനിമൽസിനെ അല്ലെങ്കിൽ അവിടെയുള്ള പരിസ്ഥിതിയൊന്നും നമ്മൾ കാരണം അതിനൊരു ദോഷം ഉണ്ടാകാൻ പാടില്ല. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും കൊണ്ടുപോകരുത്. നമ്മൾ ആകെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുള്ളൂ. അത് റീഫിൽ ചെയ്യാൻ വേണ്ടി ഓരോ 100 മീറ്റർ കഴിയുമ്പോഴും അതിനകത്ത് അവിടെ വെള്ളം കുടിക്കുന്ന സ്റ്റേഷൻസ് ഉണ്ട്. അവിടെ നിന്ന് വെള്ളം കുടിക്കുക. അങ്ങനെ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് സൂയിൽ പോവുക. അവിടെയുള്ള മൃഗങ്ങൾക്കും അവിടെയുള്ള പരിസ്ഥിതിക്കും ഒന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് നമ്മൾ. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡേ 2 മൂന്നാമത്തെ ഡെസ്റ്റിനേഷനാണിത്. ഇതാണ് പയാന കാർ മ്യൂസിയം. ഓക്കെ, ഇതൊരു കാർ മ്യൂസിയം എന്നാണ് പറഞ്ഞത്. ഇവിടെ എനിക്ക് തോന്നുന്നത് കുറെ കാർ കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ പയാന കാർ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മുടെ കാർസിൻ്റെയൊക്കെ ഒരു ഫുൾ എവല്യൂഷൻ തന്നെ അവരോട് നമ്മുടെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റത്തെ കാറുകൾ മുതൽ പിന്നെ ലേറ്റസ്റ്റ് മോഡൽ കാർസ് വരെയുള്ള എല്ലാ കാറുകളുടെയൊക്കെ ഫുൾ എവല്യൂഷനൊക്കെ അവരിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇസക്കുട്ടി അവിടെ തുള്ളിച്ചാടി കിടപ്പുണ്ട്. അപ്പോൾ വാഹനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതൊരു നല്ല സ്പോട്ടായിരിക്കും കേട്ടോ, വെഹിക്കിൾ ലവേഴ്സിനൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വെഹിക്കിൾ ലവേഴ്സിനൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ കാറിൻ്റെ എവല്യൂഷനൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന നമ്മുടെ ബൈക്ക് ലവേഴ്സിന് വേണ്ടി ഇവരുടെ ബൈക്കിൻ്റെയും എവല്യൂഷനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ലൈക്ക് ദ കാർസ്, ഫസ്റ്റ് മോഡൽ ബൈക്കുകൾ തൊട്ട് ലേറ്റസ്റ്റ് ബൈക്കുകൾ വരെയുള്ള എല്ലാ ബൈക്കിൻ്റെയും ഒരു എവല്യൂഷൻ തന്നെ അവരവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് കാറുകളും ബൈക്കുകളും ഒന്നും അല്ലാണ്ട് തന്നെ വേറെ കുറച്ച് സ്പെഷ്യൽ വെഹിക്കിൾസൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഈ കാണുന്ന ഐറ്റം കണ്ടോ, ഇത് പണ്ടത്തെ മോഡൽ മിലിറ്ററി ട്രക്കാണ് കേട്ടോ. മിലിറ്ററി ട്രക്ക് ആ ഒരു മതിലൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് നിൽക്കുന്ന ആ ഒരു ലുക്ക് കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞാൽ ഇതാ ഒരുപാടധികം വെഹിക്കിൾസ്, മെയിൽ വാൻസ് ഉണ്ട്, ജീപ്പുകളുണ്ട്. പിന്നെ ഈ കാണുന്ന ഐറ്റം ഉണ്ട്, ഇതെന്താണെന്ന് എനിക്ക് പോലും മനസ്സിലായൊരു യമൻ്റെ അജാനബാഹുവായിട്ടുള്ളൊരു വെഹിക്കിൾ. എന്താണെന്ന് എനിക്കിതൊരു പിടികിട്ടിയില്ല. ഇത് മനസ്സിലായവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് അറിയിക്കട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ടൊരു കാഴ്ച എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടോ ഗൈസ്. ഇതാ ഒരു കാർ നോക്കി അതിനെ അഴിച്ച് പീസാക്കി അതിൻ്റെ എൻജിൻ, വീൽസ്, ഡോറ് അതൊക്കെ അഴിച്ച് വെച്ചേക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ പയാന കാർ മ്യൂസിയം നമ്മളിത് അവിടെ ഇറങ്ങാട്ടോ ഗൈസ്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാറുകളുടെ ബൈക്കുകളുടെയൊക്കെ പണ്ട് കാലത്തുള്ള വാഹനങ്ങളിലേക്ക് ഒരു എവല്യൂഷൻ, അതിന് പിന്നെ വ്യത്യസ്തതരം വാഹനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഉണ്ട് ഇവിടെ മെയിനായിട്ടുള്ളത്. അപ്പോൾ വാഹനപ്രയോഗികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടായിരിക്കും. നിങ്ങളുടെ വെഹിക്കിൾ ലവേഴ്സായിട്ടുള്ള ചങ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്ക് മൈസൂരിൽ വരുമ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ബൃന്ദാവൻ ബൊട്ടാനിക്കൽ ഗാർഡൻ. ഇവിടെ നല്ല കാറ്റൊക്കെയാണ്. ഇവിടെ ഫൗണ്ടൈൻ ഷോ ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ലുക്ക്, ഫൗണ്ടൈൻ ഷോ ഒക്കെ ഉണ്ട്. വോയിസ് ക്ലിയർ ആണെന്ന് പറയുന്നത് നല്ല കാറ്റ് വീശുന്നുണ്ട് ഇവിടെ. ഓക്കെ, ബൃന്ദാവൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിലെ വിശേഷങ്ങളാണ്. ഇതൊരു അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഇവിടുത്തെ വ്യൂ നോക്കിയേ, നല്ല അടിപൊളി വ്യൂ ആണ്. ഇതവിടെ വാട്ടർ ഫൗണ്ടൈൻസ് ഉണ്ട്, രണ്ട് സൈഡിലും വാട്ടർ ഫൗണ്ടൈൻസ് ഉണ്ട്. ഇവിടെ വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്. ഇവിടെ അതിശക്തമായ കാറ്റിൽ അടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. വോയിസ് ഒക്കെ ക്ലിയർ ആവുന്നതെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. നല്ല കാറ്റുണ്ട്, നല്ല വാട്ടർ ഫൗണ്ടൈൻസ് ഒക്കെ ഉണ്ട്. ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഫ്ലവേഴ്സ് ഒക്കെ നല്ല വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കണ്ട. നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ട് ആയിരിക്കും. അപ്പൊ ഗൈസ് നല്ല പ്രകൃതി ഭംഗി, ശക്തമായ കാറ്റാണ് ഗൈസ് ഇവിടെ. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നല്ല അടിപൊളി കാറ്റ്. ഇവിടെ കൂടി നദി ഒഴുകുന്നുണ്ട്. വാട്ടർ ഫൗണ്ടൈൻസ്, പൂക്കള്, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി, പ്രകൃതി ഭംഗി എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ബെസ്റ്റ് സ്പോട്ട് ആയിരിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്പോട്ട് ആയിരിക്കും. നല്ല അടിപൊളി സീനറി ഒക്കെയാണ്. വാ, ഇങ്ങനെ കിടന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഗൈസ്. ഇതുവരെ ഞാൻ ഈ ട്രിപ്പിൽ ഞാൻ ഇതുവരെ വന്നൊരു ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ് ഗൈസ് ബൊട്ടാനിക്കൽ ഗാർഡൻ, ബൃന്ദാവൻ ബൊട്ടാനിക്കൽ ഗാർഡൻ.
അപ്പൊ ഈ നമ്മുടെ വൃന്ദാവൻകാരിലെ വാട്ടർ ഫൗണ്ടേഷൻ വേണ്ടി ബാക്കിലായിട്ടിരിക്കണേ. ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് guys. കാരണം തണുപ്പാണ് ഇവിടെ, നല്ല വെള്ളമൊക്കെ ചെയ്തിരുന്നത്. ഓക്കെ, വാട്ടർ ഫൗണ്ടൈൻ ആണ് guys. ഒന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നുന്നുണ്ട്, സത്യം പറഞ്ഞ് കുളിക്കാൻ തോന്നുന്നുണ്ട് ഇവിടെ. കാരണം അത്രക്ക് നല്ല നല്ല ആംബിയൻസ് ആണ് ഇവിടെ. നോക്കിയേ, ചുറ്റും നോക്കിയേ, കണ്ടാ നല്ല ആംബിയൻസ് ആണ് ഇവിടെ. കണ്ടാ നല്ല പെർഫെക്റ്റ് പ്ലേസ്, നേച്ചർ ലവേഴ്സിന് പെർഫെക്റ്റ് പ്ലേസ് ആയിരിക്കും കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് വാട്ടർ ഫൗണ്ടൈൻ. അപ്പോൾ ഗൈസ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഇവിടെ ഇറങ്ങാം കേട്ടോ ഗൈസ്. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. ഇതുവരെ വന്ന സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസാണ് കേട്ടോ ഗൈസ് ഇത്. ആ ഫ്ലവേഴ്സിൻ്റെയും ആ നേച്ചറിൻ്റെയൊക്കെ ഒരു ഭംഗി വളരെ അടിപൊളിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബസ്സിൽ കയറി നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ളൂട്ട് നമ്മുടെ ഡേ 2. ഇനി നമ്മൾ നാളെ ഊട്ടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ മൈസൂരിലുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നാളെ ഊട്ടിയിലേക്ക് പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ ഊട്ടിയിലുള്ള വിശേഷങ്ങളുമായി വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഇക്ബാൽ സൈനിങ് ഓഫ്.